ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മയോണൈസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പഞ്ചസാര, വെളുത്തുള്ളി, ഉപ്പ്, പിന്നെ ഒരു ബൗള് എണ്ണ, അതുപോലെ തന്നെ 2 മുട്ടയാണ്. ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ടയുടെ വെള്ളയാണ്. നമുക്ക് മഞ്ഞ എടുക്കേണ്ട ആവശ്യമില്ല. മഞ്ഞ എടുത്താൽ മയോണൈസ് അഴുക്കായി പോവും. അതുപോലെ തന്നെ തോട് വീഴാനും പാടില്ല. നല്ലതുപോലെ ശ്രദ്ധിച്ചെടുക്കുക വെള്ളം തന്നെ. അപ്പോൾ നമ്മൾ 2 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇത് നമ്മൾ ചെറിയ ജാറാണ് യൂസ് ചെയ്യുന്നത്, വലിയ ജാർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മിക്സിയുടെ റൈറ്റ് സൈഡിലോട്ടാണ് സ്പീഡ്. അപ്പോൾ റൈറ്റ് സൈഡിലോട്ട് നമ്മൾ ഒരിക്കലും കൂട്ടാൻ പാടില്ല. നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് സ്പീഡിൻ്റെ അല്ലാതെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ചെയ്യുന്നത് ഞാനിപ്പോൾ അടിച്ചെടുക്കുന്ന പോലെ. അപ്പോൾ നമ്മൾ അടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മുട്ട നല്ലോണം അടിച്ച് സെറ്റായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഒരു 3-4 വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുള്ളൂ. അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലോണം ഒന്ന് അടിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ അടിച്ചോളാണ് ഇത് അടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അടിച്ചു കഴിഞ്ഞ് നോക്കാം. അപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉപ്പ് നമുക്ക് എടുത്തിടാം. നമ്മളൊരു 1/2 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ പഞ്ചസാരയും കൂടെ നമുക്ക് യൂസ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര. അതിനുശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വീണ്ടും അടിച്ചെടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത പോലെ അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ തുറന്നു നോക്കുവാണ്. അപ്പോൾ നമ്മുടെ പഞ്ചസാര എല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എണ്ണ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഗോൾഡ് വിന്നറാണ്. അപ്പോൾ ഏതെങ്കിലും എണ്ണ മതി. നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കണം. ആദ്യം തന്നെ ഒരു 4 ടീസ്പൂൺ എണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ നമുക്ക് റെഡി ആയെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ഇതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ പരുവത്തിനായിട്ടില്ല. നമുക്ക് വീണ്ടും കുറച്ചുകൂടെ എണ്ണയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്ന് അടിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. ഇതൊരു ക്രീം ടൈപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടൈപ്പാണ് ഇതിൻ്റെ ആവശ്യം. നല്ല ക്രീമി ടൈപ്പ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ സ്പൂണിലെടുക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. നല്ലതുപോലെ സെറ്റായിട്ടുണ്ട് ഇത്. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മയോണൈസ് റെഡി ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കീപ് സപ്പോർട്ടിങ്. ഇറ്റ്സ് മീ rohithz. See you soon. Bye.